ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ജോസൂട്ടിന് വേണ്ടിയുള്ള ഷോപ്പിംഗാണ്. ജോസൂട്ടിൻ്റെ ബർത്ത്ഡേ വരുവാണ്, അവന് 2 വയസ്സാവുകയാണ്. അപ്പോൾ അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു 2-3 ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ റെഡിയായി ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ അധികവും ഓട്ടോയ്ക്കും ബസ്സിനുമൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുവഴി ഓട്ടോ ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം മാത്തപ്പം പെട്ടെന്ന് സൈക്കിളൊക്കെ അങ്ങനെ ഓട്ടോയൊക്കെ വന്നു. ഓട്ടോയിൽ കയറി നമ്മൾ മണർകാട് ഇറങ്ങിയിട്ട് മണർകാട് നിന്ന് കോട്ടയത്തിനുള്ള ബസ്സിന് പോകാനാണ്. കഞ്ഞിക്കുഴി മാക്സിലാണ് പോകുന്നത്. എനിക്ക് മാക്സിലെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. കുറഞ്ഞ വിലയ്ക്ക് നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടും. നല്ല കളേഴ്സായിരിക്കും. പിള്ളേർക്ക് നന്നായിട്ട് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാകും. അതുകൊണ്ട് എനിക്ക് മാക്സിലെ ഡ്രസ്സുകളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ ജോസോട്ടൻ വണ്ടി ഇരുന്ന് ഓരോരോ കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാമറ ഓൺ ആക്കുമ്പം അവൻ എന്തൊക്കെയോ അവൻ്റേതായ രീതിക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ആദ്യമേ ATM-ൽ ഇറങ്ങി പൈസയൊക്കെ എടുത്തിട്ടാണ് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലത്തെ ആർച്ചാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. നമ്മളൊരു വൈകുന്നേര സമയത്താണ് പോയത്. വെയിലൊക്കെ ആറിയിട്ട്, ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമാണല്ലോ, കൊണ്ട് വെയിലൊക്കെ ആറിയിട്ട് വൈകുന്നേരമാണ് പോയത്. അപ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് പെട്ടിപ്പുറമൊക്കെ കിട്ടി. ആ ഫ്രണ്ടിലത്തെ സീറ്റിന് നമ്മളിവിടെ പറയുന്നത് പെട്ടിപ്പുറം എന്നാണ്. പെട്ടിപ്പുറത്താണ് പിള്ളേർ 2 പേരും ഇരുന്നത്. അങ്ങനെ നമ്മൾ മാക്സിലെത്തിയപ്പോൾ ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിന് ഓരോന്നും കൊണ്ടുവന്ന് കാണിക്കായിരുന്നു. മറിയക്കുട്ടി ജോസുവിന് ഏത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാക്സിൽ ഒരുപാട് കളക്ഷൻസ്, അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പെൺപിള്ളേരുടെ ഡ്രസ്സൊക്കെ ഒത്തിരി നല്ല ഡ്രസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ മറിയക്കുട്ടി ഓരോന്നും ചോദിച്ചത് എടുത്തു തരാമോ, അത് വാങ്ങിത്തരാമോ എന്നൊക്കെ. ഇപ്പോൾ ജോസൂട്ടിന് വേണ്ടി വന്നതല്ലേ, മറിയക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് മോൾക്ക് എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നമ്മളങ്ങനെ ജോസൂട്ടിന് വേണ്ടിയുള്ള ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. ഈ ഒരു പച്ച ടീഷർട്ടും വൈറ്റ് ഷോർട്ട്സും അടിപൊളിയായിരുന്നു. 799 രൂപ എങ്ങാണ്ട് വരുന്നുണ്ട്. പിന്നെ ഷോർട്ട്സ് വൈറ്റ് ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഞാൻ എന്തായാലും ജോസൂട്ടിന് ഒരു ജീൻസ്, അവന് ജീൻസ് ഇല്ല, ഒരു ജീൻസും ഷർട്ടും എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോയത്. പിന്നെ ഒരു 2-3 ടീഷർട്ട് എടുക്കാനാണ് പോയത്. അവിടെ അപ്പം 399 രൂപയ്ക്ക് 3 ടീഷർട്ട് കിട്ടുന്ന, ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുന്ന ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെയിൽസിൽ നിൽക്കുന്ന ഒരു ചേച്ചി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളർ ഇല്ലാത്ത സെറ്റ് നോക്കിയാണ് ഞാൻ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വൈറ്റ് എന്തായാലും ഒരെണ്ണത്തിലെങ്കിലും വരുമെന്ന് പറഞ്ഞു. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോസൂട്ടിനത് മുഷിയുമാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ആണെങ്കിലും, പുറത്ത് പോകുമ്പോൾ വലിയ പാടാണ്. വൈറ്റ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനതിനുള്ള പ്രായമായില്ലല്ലോ. അപ്പം കൂടുതൽ ഇരിക്കുന്നതും വൈറ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ വൈറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ കുഴപ്പമില്ലാത്തൊരു 3 ഒരു സെറ്റ് ഞാൻ എടുത്തു. പിന്നെ ട്രയൽ ചെയ്യാൻ വന്നതാണ്. ജോസൂട്ടൻ ഇതിപ്പോൾ ട്രയൽ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ്റെ ഏജിനനുസരിച്ച് എടുക്കുമ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു ശീലമായിക്കോട്ടെ എന്നുള്ളൊരിതിൽ ഞാൻ അവരെ ഇപ്പം ട്രയൽ ചെയ്ത് ഇട്ട് നോക്കി സൈസൊക്കെ കറക്റ്റാണോ, നമുക്ക് ചേരുന്നുണ്ടോ, ഭംഗിയുണ്ടോ, ലൂസാണോ ടൈറ്റാണോ, ഇതൊക്കെ നോക്കിയിട്ട് കംഫർട്ടും ഒക്കെ നോക്കിയിട്ട് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ശീലമാകട്ടെ എന്നുള്ളൊരിതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പിള്ളേർക്ക് മാത്തപ്പനാണേലും മറിയക്കുട്ടിക്കാണേലും അവരെയായിട്ട് പോയി എടുക്കുമ്പോഴും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി എടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് കണ്ടു മേടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് ഇട്ട് നോക്കുള്ളായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ടൈറ്റ് ആണെങ്കിലും ലൂസാണെങ്കിലും ഒന്നും അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് നടക്കുക എന്നൊരിതേ ഉള്ളൂ. തിരിച്ചു കൊണ്ട് മാറിയെടുക്കാനായിട്ടൊക്കെ പേടിയായിരുന്നു. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഇടുകയുള്ളായിരുന്നു. അപ്പം പിള്ളേർക്കത് കുഞ്ഞിലെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡ്രസ്സ് എടുത്ത് ആ ഷോപ്പിൽ ട്രയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് മാത്രം എടുക്കണം എന്നുള്ളൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ ട്രയൽ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ജോസൂട്ടിന് അവിടെ കയറി നിന്നപ്പോൾ തന്നെ പേടിയായിരുന്നു. കാര്യം ആ ഒരു സ്റ്റൂളായതുകൊണ്ട് അവൻ വീഴുമോ എന്നുള്ള അവന് പേടി. അപ്പോൾ എന്നെ ഇങ്ങനെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എടുത്ത ഷർട്ടും ജീൻസും. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൻ ഇട്ടപ്പം. കറക്റ്റ് സൈസുമാണ്. അവന് ടീഷർട്ടിനേക്കാട്ടിലും ഒന്നും കൂടെ ചേരുന്ന ഷർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്തുക്കുട്ടിനെയും മറിയക്കുട്ടിയെ അതുപോലെ തന്നെ അമ്മേനെയൊക്കെ വിളിച്ചൊന്ന് കാണിക്കുമായിരുന്നു ഇവൻ ജീൻസ് ഷർട്ടും ഇട്ട് കഴിഞ്ഞപ്പം. അപ്പോൾ അതെന്തായാലും സെലക്ട് ചെയ്തു. ആകെപ്പാടെ ഈ ഒരു ഷർട്ടും ജീൻസും 3 ടീഷർട്ടിൻ്റെ ആ ഒരു സെറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ടീഷർട്ട് 3 ഇട്ട് നോക്കുന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഇട്ട് നോക്കുന്നുള്ളൂ. കാരണം അതിൽ ഇങ്ങനെ ലോക്കായി കിടക്കുമായിരുന്നു അതിൻ്റെ ടാഗ്. അപ്പോൾ ബാക്കി 2 എണ്ണം ഇട്ട് നോക്കാൻ പറ്റിയില്ല. പിന്നെ ഇവൻ ഇച്ചിരി വഴക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഫോണൊക്കെ കൊടുത്തൊന്ന് നിർത്തുന്നത്. അങ്ങനെ മറ്റേ ടീഷർട്ടും ഇട്ട് നോക്കിയപ്പോൾ അതും ഭംഗിയുണ്ടായിരുന്നു, സൈസും ഓക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അവിടുത്തെ ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട്
നമ്മളങ്ങ് ഇറങ്ങുകയാണ്. ഇതിന് ടീഷർട്ടിന് 3 കൂടി ഒരു 399, ജീൻസും ഷർട്ടും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ മൊത്തം കൂടെ ഈ 3 ടീഷർട്ടും 1 ഷർട്ടും ജീൻസും കൂടെ ആയത് 1157 അങ്ങനെ ഒരു എമൗണ്ടാണ് ആയത്. പക്ഷെ അത്രയും ഒരു തുകയ്ക്കുള്ളിൽ ഇത്രയും ഡ്രസ്സ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് കിട്ടുമ്പം നമുക്കൊരു സന്തോഷമാണ്. മാക്സിലെ നല്ല കളേഴ്സും നല്ലൊരു പാറ്റേണും നല്ലൊരു ഡിസൈനും, എനിക്കെന്തുകൊണ്ടും മാക്സിലെ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കാണെങ്കിലും അല്ല നമുക്കാണെങ്കിലും. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, വല്ലപ്പോഴും. അവിടെ പോയി അങ്ങ് അധികം എടുക്കാറില്ല, കൂടുതലും മാക്സിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കിയ സാധനങ്ങളൊക്കെ ഊരി മടക്കിയെടുത്ത് വെക്കുകയാണ്. അപ്പം മറിയക്കുട്ടിയും മാത്തപ്പനും എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ അവരുടെ ഓരോരോ വിരലുകളും കൈകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സൊക്കെ ബുക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കുറവാണ് ഇങ്ങനെ ഷോപ്പിൽ പോയി എടുക്കുന്നത്. എപ്പോഴെങ്കിലും ഓൺലൈനിൽ കയറുമ്പം ഓൺലൈൻ ആപ്പ് ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഫസ്റ്റ് ക്രൈയിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് വല്ലപ്പോഴും ഓരോന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ടിപ്പം ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഷോപ്പിൽ പോയി ഒരു ഡ്രസ്സൊക്കെ എടുക്കുന്നത്. പക്ഷേ ഷോപ്പിൽ പോയി എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഓൺലൈനിൽ വിലക്കുറവുണ്ട് എങ്കിലും ഷോപ്പിൽ പോയി എടുത്തിട്ട് വരുമ്പോൾ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയ ഒരു ഫീൽ കിട്ടുമ്പം ഒരു രസമാണ്. ഷോപ്പിൽ പോയി എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം. അങ്ങനെ നമ്മൾ എടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് മടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കൊടുത്തു പോയിട്ട് പഴയ നമ്മൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് തന്നെ ജോസൂട്ടിനെ ഇടിയിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഫോൺ കൊടുത്തിട്ടുണ്ട്. കാര്യം അവനൊന്ന് അടങ്ങി നിൽക്കണമെങ്കിലും കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് കരച്ചിൽ തുടങ്ങിയത് കൊണ്ടൊന്ന് ഫോൺ കൊടുത്താണ്. പിന്നെ ബില്ല് ചെയ്യാൻ വന്നപ്പം ഈ വക ഐറ്റംസൊക്കെ കണ്ടപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മറിയക്കുട്ടിക്കൊരു മാലയും മോതിരവും ഉള്ളത് വേണമെന്നൊക്കെ പറഞ്ഞാണ് നോക്കുന്നത്. പക്ഷേ അവിടെ കിട്ടി. അങ്ങനെ അവിടുത്തെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഇറങ്ങി തിരിച്ച് നമ്മൾ മണർകാട് തന്നെ വന്നു. മണർകാട് അപ്പോൾ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒരു കാർണിവൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടൊന്ന് കാണാമെന്നുള്ള രീതിയിൽ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ പള്ളിയിൽ ഗീവറീസാദയുടെ പെരുന്നാളാണ്. അതുകൊണ്ട് അവിടെ നല്ല ഭംഗിയിൽ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കാർണിവൽ. പക്ഷേ പ്രതീക്ഷ പോലെ വേറെ ഐറ്റംസ് ഒന്നുമില്ല. കുറച്ച് ഫുഡ് സ്റ്റാളുകളുണ്ടായിരുന്നു. നമ്മളും അവിടുന്ന് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിക്കാമെന്ന് ഓർത്തു. ഇപ്പം മറിയക്കുട്ടിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാനും അമ്മയും ഷെയർ ചെയ്തൊരു കപ്പ ബിരിയാണിയും മേടിച്ചു. പിന്നെ കുട്ടികളുടെ ഡാൻസും പാട്ടും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളെല്ലാം അത് കുറേ നേരം ഇരുന്ന് കണ്ടു. ജോസൂട്ടിനും ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചതുകൊണ്ട് വാശിയോ വഴക്കോ ഒന്നും ഇല്ലായിരുന്നു. അവനും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന്, ഇതിങ്ങനെ ലൈറ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല കളർഫുള്ളായിരുന്നു. അപ്പോൾ അവനും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് എല്ലാം ചേച്ചിമാരുടെ ഡാൻസൊക്കെ കണ്ടു. അങ്ങനെ അതുകൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പം മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.